ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു 9ാമത്തെ ആഴ്ചയിലെ പവർ ടീമാണ് അൻസിബ, നോറ, റസ്മിൻ, അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ. ഈ ഒരു ആഴ്ചയിലെ പവർ ടീമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ വലിയ അഭിപ്രായങ്ങളൊന്നും കാണില്ല എന്ന് എനിക്കറിയാം. എന്തായാലും അവർ ആ തുടങ്ങിയ സമയത്ത് നല്ല രീതിയിൽ എത്തും, അല്ലെന്നുണ്ടെങ്കിൽ മികച്ച തീരുമാനങ്ങൾ എത്തും, ഫയർ ആയിരിക്കുമെന്നൊക്കെ കരുതിയവരാണ്. നമ്മളും പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ആ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നതിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ ആ ഒരു പവർ റൂമിൻ്റെ പ്രവർത്തികളാണെന്നുണ്ടെങ്കിലും വളരെ മോശമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാനിടയായത്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇത് കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ആ തുടങ്ങിയ സമയത്ത് അൻസിബയും അതുപോലെ തന്നെ നോറയും നമ്മുടെ റസ്മിനും അതുപോലെ തന്നെ ക്യാപ്റ്റനായ ഋഷിയും ഒക്കെ ചേർന്നിരുന്ന് പല തീരുമാനങ്ങൾ എടുക്കുന്നു. ആ ഒരു തീരുമാനങ്ങളൊക്കെ നല്ല പ്രോപ്പറായിരുന്നു. നല്ല പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരണം, അതുപോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസിനെ ഏത് രീതിയിൽ നിർത്തണം അതുപോലെയൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. വളരെ മികച്ചത് തന്നെയായിരുന്നു. കുറച്ചൊക്കെ നമുക്കൊന്നും അധികം യോജിക്കാൻ സാധിക്കത്തില്ല. മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളൊക്കെ നടത്താനുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും കരുതിയിരുന്നത്. എന്നാൽ പോലും എൻ്റെ ഒരു മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ അധികാരം കിട്ടി അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അഹങ്കാരം കൂടി, അല്ലെന്നുണ്ടെങ്കിൽ അധികാരത്തിൻ്റെ ആ ഒരു സംഭവം കൂടി വന്നിട്ട് അവർ പ്രേക്ഷകരെ വെറുപ്പിച്ചു തുടങ്ങുമോ എന്നൊരു സംശയമുണ്ടെന്ന്. അപ്പോൾ അത് തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അൻസിബ, അതുപോലെ തന്നെ നോറ, റസ്മിനൊക്കെ ഈ ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയതാണ്. വേറൊന്നുമല്ല, റസ്മിൻ അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ പവർ റൂമിൽ വരണമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടായി തുടങ്ങി. കാരണം നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ പുറത്തു പോകുമെന്ന് റസ്മിന് നല്ല രീതിയിലുള്ള പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്കിൻ്റെ സമയത്ത് ആ ഒരു ടീമിൽ കളിച്ചതുകൊണ്ട് റസ്മിന് അവിടെ ചാൻസ് ഇല്ലായിരുന്നു. എങ്കിൽ പോലും അവരോട് സ്നേഹം പ്രകടിച്ച് അവരുടെ കൂടി നടന്ന് സോപ്പിട്ട് ആ ഒരു പവർ റൂമിൽ കയറി പറ്റുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ എന്താണെങ്കിലും റസ്മിനും അവരുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷം ടീം എന്ന് തന്നെ പറയാം. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞ്, മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം പറഞ്ഞ്, മറ്റുള്ളവരെ എങ്ങനെ അധിക്ഷേപിക്കാം, ആക്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ചർച്ചകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും അവർ ചെയ്യുന്നതും. അപ്പം ഈ ഒരു സംഭവം ഓരോ ദിവസം കഴിയുന്നതോറും ഇവരുടെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അധികാരം കിട്ടിയതിൻ്റെ അഹങ്കാരമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു എൻ്റർടൈനിങ് ആയിട്ട് രീതിയിലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം ഇവർ ചെയ്യുന്നില്ല. ഇവർക്ക് പേഴ്സണൽ ഗ്രഡ്ജസ് തീർക്കാനുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഈ പവർ റൂം. നമ്മൾ പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ഒരാഴ്ചത്തെ പവർ റൂം അവിടെയാണ്. ഈ ഒരു ഹോട്ടൽ ടാസ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പം അതിൽ ക്രിയേറ്റീവായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് മികച്ച രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കാനുള്ളതിന് പകരം അവർ ഓരോ കണ്ടസ്റ്റൻസിനെയും, അതായത് നമുക്കെല്ലാവർക്കും അറിയാം അൻസിബയ്ക്കും നോറയ്ക്കും പേഴ്സണൽ ഗ്രഡ്ജസ് എന്ന് പറയുന്നത് മനസ്സിൽ വെച്ചിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇവർ ചെയ്യുന്നില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു കണ്ടസ്റ്റൻസിനെ മാത്രം തെരഞ്ഞു പിടിച്ച് അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പിനെയൊക്കെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അതൊരു ഗെയിമിൻ്റെ രീതിയിലാക്കി വളരെ മനോഹരമായി ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് പ്രേക്ഷകർക്കും കണ്ടിരിക്കാൻ ഒരു രസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നാൽ അവർ തീർത്തും അതൊരു പേഴ്സണൽ ഗ്രഡ്ജസ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് വൈരാഗ്യം തീർക്കുന്നത് പോലെ പ്രേക്ഷകരെ പോലും വെറുപ്പിച്ചുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇത്രയും പവർ റൂം ഉണ്ടായിട്ട് ഇത്രയും പവർ ടീം ഈ ഒരു 9 ആഴ്ചകൾ വന്നിട്ട് ഏറ്റവും വേസ്റ്റ് പവർ ടീം എന്ന് തന്നെ പറയേണ്ടി വരും. തുടക്കം നല്ല മികച്ച രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പവർഫുൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഇവർ എടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടതാണ്. എന്നാൽ പിന്നീടുള്ള ഓരോ ദിവസം കഴിയും തോറും ക്യാപ്റ്റനായ ഋഷിയെ അൻസിബ മൊത്തം ഒരു കളിപ്പാവയായി വെച്ചുകൊണ്ട് ഋഷിനെ ഒരു ജോലിയും ചെയ്യിപ്പിക്കാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഋഷിയെ പോലും ഇവരുടെ അണ്ടറിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഋഷിയുടെ കുറവാണ്, ഇവരുടെ പ്രശ്നമല്ല, അത് ഇവരുടെ കഴിവെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഋഷിയുടെ സൈഡ് നോക്കിക്കഴിയുമ്പോൾ ഋഷി വെറും വേസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ സംസാരിക്കേണ്ട കാര്യമില്ല, നമുക്ക് പവർ റൂമിനെ പറ്റി സംസാരിക്കാം. അപ്പം അൻസിബയും നോറയും മാക്സിമം ഇവർക്കെതിരെ നിൽക്കുന്നവരെയും ഇവർക്കെതിരെ സംസാരിച്ചവരെയും മറ്റുള്ള കണ്ടസ്റ്റൻസ്, അഭിഷേക് ആണെന്നുണ്ടെങ്കിൽ ഈ പവർ റൂമിൽ വന്നിട്ട് പെട്ടുപോയി ഒന്നും കാണിക്കുന്നില്ല. വെറും എന്താ പറയുന്നത്, അട്ടർ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുക. തുടക്കം വന്ന് കണ്ട ഒരു അഭിഷേകും കാര്യങ്ങളും ഒന്നും അല്ല, വെറുതെ അവരുടെ കൂടി നടന്ന് പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിഷേക് ഒന്ന് പെർഫോം ചെയ്യാനും പോലും അല്ലെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. അൻസിബയും നോറയും അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ളവരിലേക്ക് മൊത്തത്തിലൊരു എന്താ പറയുക വിഷം കുത്തിവെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ഗ്രഡ്ജസും വൈരാഗ്യവും എല്ലാം അവിടെ നിന്ന് തീർക്കുന്നതാണ് കാണുന്നത്. ആ ഒരു തീർക്കലിൻ്റെ ഭാഗമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും ഈ ഒരു ടാസ്ക് പോലും അലങ്കോലമാകുന്നതും ഈ ഒരു ആഴ്ച പോലും മഹാമോശമായി പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ ഈ പവർ റൂമിൻ്റെ സൈഡിൽ നിന്നുണ്ടാകുന്ന ഇത്രയും മോശമായ പ്രവൃത്തികളും ഇവർക്ക് അത് പ്രോപ്പറായിട്ട് കൈകാര്യം ചെയ്യാൻ വരാതിരിക്കുന്നത് കൊണ്ടുമാണ്. എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ട് ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന്. ഈ ഒരു ആഴ്ച കഴിയാറായി. ഇനിയിപ്പോൾ പവർ റൂമിൻ്റെ എതിരെയുള്ള ചലഞ്ചിങ് ടാസ്കുകൾ വരാനിരിക്കുന്നു. ഇവർ തന്നെ ഇത് നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ വരും ആഴ്ച കൂടി നമുക്ക് പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചൊന്നും കാണേണ്ടി വരില്ല. ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജസ് തീർക്കുന്ന ഒരു സ്ഥലമായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നല്ലൊരു അവസരം കിട്ടിയിട്ട് ഇവർ എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് കുഴപ്പമില്ല. കാരണം ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം, കാരണം പവർ റൂമിന് പുറത്തിരിക്കുമ്പോൾ പല രീതിയിൽ ഇവർ ഒഴിഞ്ഞു മാറി നടന്നിട്ടുണ്ട്. പക്ഷേ പവർ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അധികാരത്തിൻ്റെ അഹങ്കാരം പുറത്തേക്ക് കാണിക്കാൻ
ചെയ്യാൻ തുടങ്ങി, പ്രേക്ഷകർക്കൊക്കെ നല്ല രീതിയിലെല്ലാം മനസ്സിലാകാനും തുടങ്ങി. അത് വളരെ നല്ല കാര്യമാണ്. കാരണം എല്ലാ കണ്ടസ്റ്റൻസിനെയും പുറത്തേക്ക് വരണമല്ലോ, അതിനുള്ള അവസരങ്ങളാണ് അവർക്ക് കിട്ടുന്ന അധികാരങ്ങളല്ലെന്നുണ്ടെങ്കിൽ ഒരു ലീഡർഷിപ്പൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരെങ്ങനെ ഭരിക്കും, അവരെങ്ങനെ നേതൃത്വം നൽകുമെന്നൊക്കെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. എന്തായാലും നമ്മൾ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ച ആ ഒരു ലെവലിലേക്ക് പവർ റൂമിന് എത്താൻ സാധിച്ചില്ല. എന്നാൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച പല കണ്ടസ്റ്റൻസും എന്ത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും അൻസിബയും നോറയും റസ്മിനും അഭിഷേകൊക്കെ പവർ റൂമിൽ നിന്നുകൊണ്ട് വളരെ മോശമായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെറും വാഴകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീക്ക് തന്നെ മൊത്തത്തിൽ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇവരുടെ ഈ ഒരു മോശം പ്രവർത്തികളും ഇവർക്ക് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.